So, dear students, നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുക. 40 ക്വസ്റ്റ്യൻ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ വി ക്യാൻ നൗ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 41. A steady current flows in a metallic conductor of non-uniform cross-section. The quantity or quantities that remains constant along the length of the conductor are. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന പാരാമീറ്റേഴ്സ് കറണ്ട്, ഇലക്ട്രിക് ഫീൽഡ്, ഡ്രിഫ്റ്റ് സ്പീഡ്, ലൈക്ക് ദാറ്റ്. സോ വി ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഫ്ലൂയിഡ് ഫ്ലോയുമായിട്ട് ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാം. സോ അവിടെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കൺസെപ്റ്റാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി. അതുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്താൽ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഏരിയ ഇൻ ടു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം ദാറ്റ് കറണ്ട് എലിമെൻ്റ് എന്ന് പറയുന്നത് ആ കേസിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് പഠിച്ചുള്ള ഒരു കാര്യമാണ്. സോ ഐ എന്ന് പറയുന്നത് NEAVD. സോ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്ക് എക്സ്പ്രഷൻ എഴുതിയാൽ അത് I ഡിവിഷൻ ബൈ NEA എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ്, I കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം, NEA കോൺസ്റ്റൻ്റ് ആണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 1/A. സോ VD ഈസ് നോട്ട് എ കോൺസ്റ്റൻ്റ്. അടുത്ത നമ്മുടെ മനസ്സിൽ ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. കറണ്ട് ഡെൻസിറ്റി I/A ആണ്. സോ J പ്രൊപ്പോർഷണൽ ടു 1/A ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റൻ്റ്. അതറിയാമെങ്കിൽ നമ്മുടെ ഓംസ് ലോയുടെ വെക്ടർ ഫോമായ J ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E ഒന്നെടുത്ത് ചിന്തിച്ചേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു J ആണ്. സോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റൻ്റ്. സോ എമംഗ് ദം ഉറപ്പിച്ച് പറയാം ദ കറണ്ട് ഈസ് ദ ഓൺലി പാരാമീറ്റർ ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ്. സോ വി ക്യാൻ ടേക്ക് E as the answer. Number 42. In a platinum resistance thermometer, the resistance of the wire at ice point and steam point are 4 and 4.25 ohm respectively. When the thermometer is kept in a hot water bath whose temperature is not known, the resistance of the wire is found to be 4.5 ohm. The temperature of the hot water bath is. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് അറ്റ് ദ ഐസ് പോയിന്റ്, വി ക്യാൻ ടേക്ക് ദാറ്റ് R0, ദാറ്റ് ഈസ് 4 ohm. ആൻഡ് റെസിസ്റ്റൻസ് അറ്റ് സ്റ്റീം പോയിന്റ്, ദാറ്റ് മീൻസ് വി ക്യാൻ സേ അറ്റ് 100 degree Celsius ഇറ്റ്സ് വാല്യൂ ഈസ് 4.25. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു അൺനോൺ ടെമ്പറേച്ചറിൽ. സോ ദാറ്റ് ടെമ്പറേച്ചർ വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്, ബട്ട് ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ആസ് 4.5 ohm. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു RT ഈക്വൽ ടു R0 ഇൻറ്റു 1 + alpha T. അവിടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദിസ് ഇക്വേഷൻ ഈസ് വർക്ക്ഡ് ഔട്ട് ഫോർ ഡിഗ്രി സെൽഷ്യസ് ഓൺലി, നോട്ട് ഫോർ കെൽവിൻ. അപ്പോൾ നമുക്ക് അതിനെ നമ്മൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ വി ക്യാൻ റൈറ്റ് ആസ് R0 + R0 alpha T. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം RT മൈനസ് R0 എന്ന് പറയുന്നത് R0 alpha T ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ 100ഉം 0 degree സെൽഷ്യസുമായിട്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ലിങ്ക് ചെയ്യാം? സോ വി ക്യാൻ സേ T ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സിറ്റുവേഷൻ ഇറ്റ് ബിക്കംസ് ഈസി ആയി. അപ്പോൾ ഈ രണ്ട് റിലേഷൻസ്, അപ്പോൾ നമുക്കിവിടെ ചിന്തിക്കാം T എന്ന് പറയുന്ന ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. T ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തു. ഇനി ഒന്ന് ഡിവൈഡ് ചെയ്തേ നമ്മുടെ കൺസെപ്റ്റിലേക്ക് വന്നു. RT മൈനസ് R0 ഡിവിഷൻ ബൈ R100 മൈനസ് R0 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് T ഡിവിഷൻ ബൈ 100 ആയി. അങ്ങനെയാണെങ്കിൽ T കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി ആയി കഴിഞ്ഞു. RT മൈനസ് R0 ബൈ R100 മൈനസ് R0 ഇൻറ്റു 100 degree Celsius. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ RT എന്ന് പറയുന്നത് 4.5 എന്നാണ് തന്നിരിക്കുക. R0 as 4. So R100 is 4.25 minus 4 into 100 degrees Celsius. So equal to
4.5 minus 4, we get the value as 0.5 by 0.25 into 100. So 100 degrees Celsius. So it becomes 2. So you get the answer as a 200 degree Celsius. So നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ES the answer. വളരെ സിമ്പിളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. നമ്പർ 43. The internal resistance of a cell that is independent of. നമുക്കറിയാം, ഒരു സെല്ല് കൺസ്ട്രക്റ്റഡ് ആകുന്ന സമയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് അതിലെ ഇലക്ട്രോലൈറ്റ് ആണ്, രണ്ട് അതിലെ ഇലക്ട്രോഡുകളാണ്. ടെമ്പറേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്, എസ്പെഷ്യലി കണ്ടക്ടിവിറ്റിയുമായിട്ട്. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഡിസോസിയേഷൻ, എല്ലാം അത് ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ്. ഡിസ്റ്റൻസ്, കാരണം അതിൽ നിന്ന് വരുന്ന അയോൺസ് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും അതിൻ്റെ കണ്ടക്ടിവിറ്റിയെ ബാധിക്കും. സർഫസ് ഏരിയ ഓഫ് ദി ഇലക്ട്രോഡ്, എങ്കിൽ മാത്രമേ ഹൗ മച്ച് അയോൺസ് ആണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിലേക്ക് വരുന്നു എന്ന് തീരുമാനിക്കുന്നത് ഉറപ്പായിട്ടും ഇതിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിൻ്റെ ഏരിയ തന്നെയായിരിക്കും. സോ the correct answer is the circuit element connected to it. So the internal resistance of the cell is independent of the circuit elements connected to it. See the 44. 6 cells, each of EMF 5 volt and internal resistance 0.1 ohm are connected as shown in figure. The reading of the ideal voltmeter V. നമുക്ക് ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിനെ ഒന്ന് മാറ്റി വരയ്ക്കാൻ ശ്രമിച്ചാൽ 1, 2, 3 അവരുടെ പൊളാരിറ്റി വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഉണ്ടാകണമേ. സോ 3, 1. സോ ഐ ആം മാർക്ക്ഡ് ഇറ്റ് ആസ് 1, 2, 3. ദെൻ ദ 4 and 5 അതിൻ്റെ നെഗറ്റീവ് പൊളാരിറ്റിയാണ് അവിടെ വരുന്നത്. സോ അത് സൂക്ഷ്മതയോടെ നമ്മൾ മാർക്ക് ചെയ്യണമേ. സോ ദാറ്റ് ഈസ് 4, ദാറ്റ് ഈസ് 5. ആൻഡ് ദേ ആർ കണക്റ്റഡ് ടു ദ 6th one. അതിൻ്റെ പൊളാരിറ്റി ഒന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് 1. സോ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഇറ്റ്. And our aim is to find what is the potential drop across AP. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെ EMF എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ് എന്ന് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1 ഓം എന്ന് പറയുന്നുണ്ട് ഓരോരുത്തരുടെയും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ടോട്ടൽ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതെന്ന് പറയുന്നത് അതിൻ്റെ EMF ടോട്ടൽ ഡിവൈഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടുത്തെ ഓരോ സെല്ലിനെയും നമ്മളൊന്ന് സെൻസ് ചെയ്ത് നോക്കി. ആ സെൽസ് നമ്മൾ ഉറപ്പായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സീ ദ കേസ്, നമ്മുടെ ഈ പറഞ്ഞ 4 സെല്ലുകൾ ഒരു ഡയറക്ഷനിലല്ലേ നമുക്കിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം, സി ഈ 4 എണ്ണവും ഒരുമിച്ച് ഒരേ ഡയറക്ഷനിലായിരിക്കുന്നു. സോ അതിൻ്റെ ഓരോന്നിൻ്റെയും EMF 5 ആണ്. സോ 4 into 5. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് 2 എണ്ണം ഉണ്ട്. സോ 2 into 5, ദാറ്റ് ഡിവിഷൻ ബൈ ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒരെണ്ണത്തിന് 0.1 ആണ്. അങ്ങനെ 6 എണ്ണം ഉണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ആസ് 20 minus 10, ദാറ്റ് ഡിവിഷൻ ബൈ 0.6. So that is equal to 10 by 0.6. That can be write as 100 by 6 or 50 by 3. ഇതാണ് ടോട്ടൽ കറണ്ട്. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അവൻ്റെ EMF മൈനസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറഞ്ഞൂടെ. EMF എന്ന് പറയുന്നത് 5 അല്ലേ, ഗുഡ്. അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 50 by 3 അല്ലേ, അവൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0.1 അല്ലേ. So that is equal to 5 minus 5 by 3 I. So that is equal to 15 minus 5 by 3. So we get the answer as 10 by 3. So roughly 3.333. But such answer is no. So there is no option regarding that one. അതിൽ മോർ കംഫർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ വാല്യൂ എന്തായാലും സംഭവിച്ചേ പറ്റൂ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. So there is no answer for the question. Number 45. Which of the following characteristics is not associated with the paramagnetic material? അപ്പോൾ നമ്മുടെ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡയ, പാര ആൻഡ് ഫെറോ എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആണ്. സി,
It is weakly magnetized in the direction of field. Good. കാരണം ഡയ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, പാര വീക്ക്ലി ആണ്, ഫെറോ സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആവും ഇൻ ദ സെയിം ഡിറക്ഷൻ. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് വൺ, ബട്ട് വി നോട്ട് അസോസിയേറ്റഡ് ആണ് നമുക്ക് വേണ്ടത്. ദ പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി നമ്മുടെ സാധാരണ രൂപത്തിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ് പാരയ്ക്ക് ഉണ്ടാവുക, പക്ഷേ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. വളരെ ഹൈ വാല്യൂ ആയിരിക്കും ഫെറോയ്ക്ക് വരുന്നത്. സോ ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. If you just draw the variation of a chi with temperature, the curve is like this one. So it is goes on decreases. So that is the answer. And also here, it's individual atom or molecule or ion has a net non-zero magnetic moment. Sure, it is 0 for dia, but ferroicum maximum value ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. So we get the answer as D. A coil of 50 turns carrying a current of 2 ampere in a magnetic field of 0.5 Tesla, the torque acting on it. നമുക്കറിയാവുന്ന സിമ്പിൾ റിലേഷൻ എന്ന് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത് NIAB സൈൻ തീര. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ N എന്ന് പറയുന്നത് 50 ടേൺസ് ആണ്, കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 ആംപിയർ, ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിട്ട് നമുക്ക് എടുക്കാം. സോ 0.1 ഇൻറ്റു 0.08. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0.5 ആണ്. അതോടൊപ്പം സൈൻ ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്നത്, സോ ഇഫ് ഇറ്റ് ഈസ് സോ വിത്ത് റെസ്പെക്ട് ടു ദ കോയിൽ, ഇഫ് ഇറ്റ് ഈസ് മാക്സ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി, സോ ഇറ്റ് ബിക്കംസ് 1. സി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ 2 2 2 ക്യാൻസൽ, സോ 50 yes 5 into 0, 10 into 0.1 as 1, 1 into 0.08. So 8 into 5 is 40, 2 decimal places, we get the answer 0.4 Newton meter. അപ്പോൾ അവൻ്റെ ഡയറക്ഷനെ പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ക്ലിയർ ആയിട്ട് വരേണ്ട ഒരു കൺസെപ്റ്റാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, സോ നമ്മുടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. സോ അങ്ങനെ വരുമ്പോൾ തമ്പ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പോയിന്റ് ചെയ്യപ്പെടുന്ന ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക. സോ ഇറ്റ് ഈസ് വെർട്ടിക്കൽ അപ്വേർഡ് ഡയറക്ഷൻ. പക്ഷെ അതേ സാധനം തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, കറണ്ട് മേപ്പോട്ടാണ് ഇവിടെ വരുന്നത്. സോ ഈ ഒരു ലൈൻ വരുമ്പോൾ ആ തമ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബോട്ടത്തിലേക്ക് വരുന്നു. സോ ദർ ഷുഡ് ബി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അതിനുണ്ടാകുക. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് എ. So a good concept. Number 47. A long solenoid with the turns, it is given as 500 turns per unit length. That is N is given as 500, which carries a length of current of 1.5 ampere. The magnetic induction at one of the end of the solenoid. So one endil നമുക്കറിയാം the middle point. So we need to we can find the we can construct the uniform magnetic field by the value as mu 0 ni. പക്ഷേ ഒരു എൻഡിൽ വരുമ്പോൾ അതിൻ്റെ വാല്യൂ ബൈ 2 ആവും. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ബിക്കം mu 0 ni, ദാറ്റ് ഡിവിഷൻ ബൈ 2. സോ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ mu 0 എന്ന് പറയുന്നത് നമുക്കറിയാം 4 × 10⁻⁷. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 500 ആണ്. കറണ്ട് എന്ന് പറയുന്നത് 1.5 ആണ്, ദാറ്റ് ഡിവിഷൻ ബൈ 2. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ സോ 2π × 10⁻⁷ into yes 253. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.7 × 10⁻⁴, or we can say as 47 × 10⁻⁵ Tesla. So we get the answer as a C. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്പർ 48. Choose the wrong statement. The magnetic declination that is greater at higher latitudes and smaller near the equator. It is the true statement. What do you mean by the declination? It is the angle between the geographical meridian and the magnetic meridian. See, in most of the northern hemisphere, the south pole of the dip needle tilts downward. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം
എർത്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ജോഗ്രഫിക്കൽ നോർത്തും ഇത് ജോഗ്രഫിക്കൽ സൗത്തുമാണെങ്കിൽ നമുക്ക് ഒരു അസംഷൻ നടത്തിയിരിക്കുന്നത് ദർ ഈസ് എ ലാർജ് മാഗ്നറ്റ് ദാറ്റ് ഈസ് ബറീഡ് ഇൻസൈഡ് ദ എർത്ത്. പക്ഷേ അവിടെ നമുക്കൊരു സ്പെഷ്യാലിറ്റി വരുന്നത് നമ്മുടെ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് ബറീഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ നോർത്ത് പോൾ ഈസ് ഇൻസൈഡ് ദ സൗത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു മാഗ്നറ്റ് കൊണ്ടുപോകുമ്പോൾ അവയുടെ നോർത്ത് പോൾ ആയിരിക്കും താഴോട്ട് ഡൗൺവേർഡ് ആകുക. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ ബി എസ് ദി ആൻസർ. സോ ദ ആൻസർ ബിക്കം ദ ബി ചോയ്സ്. മറ്റു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദ സർക്കുലർ ഇലക്ട്രോൺ ഇൻ an atom has a magnetic moment. Sure. The magnetic declination at Delhi is a point, that is a correct one, 0 degree, 41 minute. So this is around 50, greater than 50 minute on Mumbai declination. At the poles, yes, there is only the vertical component. The magnetic component, horizontal component is 0. Number 49. The magnetic field at the center of a circular coil of 50 turns and a radius of 10 centimeter carrying a current of 1 ampere in Tesla is, നമുക്കറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു കോയിലാണ്, അവനായി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ സെൻട്രൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 2π ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് mu0 ഡിവിഷൻ ബൈ 4π ഇൻറ്റു ദ കറണ്ട് ബൈ ദ റേഡിയസ് ഇൻറ്റു ദ ആംഗിൾ സബ്റ്റൻഡഡ് ഇൻറ്റു the total number of turns. So equal to the 50 turns into the mu0 by 4π. That value we know that is equal to 10 raised to minus 7 into the current there is what? Simple it is given as 1 ampere. The division by the radius is what? 0.1 meter into the total angle as what? 2π with respect to the center. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം പൈയുടെ രൂപത്തിലാണ് ചോയ്സസ് എല്ലാം തന്നെ. സോ വി ക്യാൻ റൈറ്റ് 5 ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 റൈസ് ടു മൈനസ് 6 ആണ്. ബോട്ടത്തിൽ നമുക്കൊരു -1 ഉണ്ട്. സോ ഇറ്റ് ബിക്കംസ് 10 റൈസ് ടു മൈനസ് 5 ഇൻറ്റു 2 ഇൻറ്റു 5. സോ 5 ഇൻറ്റു 2 ആസ് 10 പൈ. സോ 10 റൈസ് ടു മൈനസ് 4 ഇൻറ്റു പൈ. So we get the answer simply A as the answer. Then we can move to the next one. So we can just move to the question number 50, question number 50. See, choose the wrong statement of the pure inductive circuit. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ കൃത്യമായിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ ചോയ്സ് പറയുന്നത് the inductive reactance limits the current in a purely inductive circuit. നമുക്കറിയാം ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിവിഡൻ ബൈ അവിടുത്തെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എക്സ് എൽ അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ കറണ്ടിനെ ലിമിറ്റ് ചെയ്യും എക്സ് എൽ കൂടിയിരുന്നാൽ, പ്രത്യേകിച്ച് എ സി നെറ്റ്വർക്കിൽ. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് വേണ്ടത് റോങ് ആണ്. The average power supplied to an inductor over one complete cycle. നമുക്കറിയാം ആവറേജ് പവർ എന്ന് പറയുമ്പോൾ IRMS VRMS ഇൻറ്റു cos 5. അവിടുത്തെ കറണ്ടും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആയതുകൊണ്ട് തന്നെ ആ വാല്യൂ 0 ആണ്. ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. നമുക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ω/L, that is equal to 2πf into L. So XL is proportional to the frequency. Our statement is true. The EMF of the source and the current oscillates symmetrically about 0 value. ഉറപ്പായിട്ടും അതിൻ്റെ ഓസിലേഷൻ സിനുസോയിഡൽ ആയതുകൊണ്ട് we can say the current lead the voltage by π/2. നമ്മളുടെ ഫേസർ ഡയഗ്രാം നമ്മൾ വരികയാണെങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് റെസിസ്റ്റൻസ് ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇൻഡക്റ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അപ്വേർഡ് ആയിട്ടായിരിക്കും. That means the potential lead the current by π/2. That is a concept. Or the current lag the voltage by π/2. So that is the wrong one. So that is the answer. So answer become the E choice. We can move to the question number 51. A train is running at a speed of 72 km per hour. So it is given the velocity as 72 km per hour. അവനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി we can just divide as 5/18. So it becomes 4 into 5 as 20 meter per second.
on the rails separated by a distance of 150 centimeter. അപ്പോൾ ഇങ്ങനെ ഒരു റെയിൽ ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ വിത്ത് വെലോസിറ്റി സോ മച്ച്. അപ്പോൾ അവ തമ്മിലുള്ള ഗ്യാപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത് 1.5 മീറ്റർ. The vertical component of the field is given as 4 into 10 raised to minus 5, the induced EMF. നമുക്കറിയാം ഈ ഒരു റോഡ് മാതിരിയുള്ള ട്രെയിനിൻ്റെ മുൻഭാഗം മൂവ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യുന്നത് വേർട്ടിക്കൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം BLV. So B is given as 4 raised to minus 5. The length it is given as 1.5 meter into the velocity it is given as 20. So 2 to cancel, it becomes a 10. So that is equal to 4 into 3 as a 12 into 10 raised to minus 4. So that is equal to 1.2 millivolt. So simple ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. So A as the answer. For 52, a transformer at potential that is given as a 6 kilovolt on the primary side and supplies electrical energy at Vs is equal to 220 volt to a number of houses in a town. The total power consumption that is given as a 7.2 kilowatt. The current in the primary is. സാധാരണ കേസിൽ ഇൻപുട്ട് ആയിക്കോട്ടെ ഔട്ട്പുട്ട് ആയിക്കോട്ടെ നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ഉണ്ടാക്കുന്ന കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയയിലായിക്കോട്ടെ നമ്മുടെ ഹൗസിലായിക്കോട്ടെ പവർ എന്ന് പറയുന്ന എലിമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൈമറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു VP ഇൻറ്റു IP. നമ്മുടെ എയിം എന്ന് പറയുന്നത് IP കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ പവർ ഡിവിഷൻ ബൈ VP. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ എന്ന് പറയുന്നത് 7.2 കിലോ വാട്ട് ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ ദ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 6K. സോ K cancel, we get the value as 1.2 ampere. So we get the answer as B choice. We can move to the question number 53. The relation between the charge flow delta Q through the circuit of resistance R and the change in the magnetic flux. നമുക്ക് സിമ്പിളായിട്ട് അറിയാം EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നൊരു കൺസെപ്റ്റിലല്ലേ നമ്മുടെ ഫാരഡേയുടെ നിയമം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് EMF എന്ന് പറയുന്ന V is equal to അവിടുത്തെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ. കറണ്ട് എന്ന് പറയുന്നത് അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് ഡിവിഷൻ ബൈ ടൈമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ടൈം നമുക്ക് ക്യാൻസൽ ആയാൽ സിമ്പിളായിട്ട് ചാർജ് ഫ്ലോ എന്ന് പറയുന്നത് അവിടുത്തെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവിഷൻ ബൈ R ആയിട്ട് നമുക്ക് എഴുതാമല്ലോ. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. സോ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി A as the answer. Number 54. If an electromagnetic wave of frequency that F is given as 5 megahertz travels from vacuum into a dielectric medium of electric permittivity epsilon R is equal to 4 or mu R equal to 1. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ എയർ അല്ലെങ്കിൽ വാക്വത്തിൽ നിന്ന് ഒരു റേ ഇവിടെ ഡെൻസർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് മൂവ് ചെയ്യാം. നമുക്കറിയാം നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേവ് ലെങ്തും സ്പീഡും ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ഇൻറ്റൻസിറ്റിയും ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഫ്രീക്വൻസി, ദ ക്യാരക്ടറിസ്റ്റിക് എലിമെന്റ്സ് ഓഫ് എ വേവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നൊരു കൺസെപ്റ്റ് നമുക്കറിയാം. അവിടുത്തെ കൊണ്ട് തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്പീഡ് ബൈ വേവ് എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും മനസ്സിലോർക്കണം, ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണമെങ്കിൽ സ്പീഡ് കൂടുകയാണെങ്കിൽ വേവ് ലെങ്ത് കൂടണം, സ്പീഡ് കുറയുകയാണെങ്കിൽ വേവ് ലെങ്ത് കുറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് എയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് കുറയുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്തും എന്ത് ചെയ്യണം? കുറയണം. സോ വി ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ ചോയ്സസ്. ഈ ചോയ്സ് പറയുന്നത് വേവ് ലെങ്ത് റിമൈൻസ് കോൺസ്റ്റന്റ് എന്നാണ്, വേവ് ലെങ്ത് കൂടുമെന്നാണ്, രണ്ടും കോൺസ്റ്റന്റ് എന്നാണ്, ഡബിൾ ചെയ്യുമെന്നാണ്. പക്ഷെ കുറയുന്ന ഒരു കൺസെപ്റ്റേ ഉള്ളൂ. So we can say the choice as A as the answer. So we can move to the next one, number 55. Among the following, which is not true for ultraviolet light, induces the production of more melanin, good, can be focused into very narrow beams, kills germs in water, purifies, used in eye surgery, good, the treatment for certain forms of cancer,
Maybe it is the responsible one for cancer. Normally cancer treatment നമ്മൾ ഗാമയും എക്സ്റേസും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So we can say E is the answer. Number 55. Choose a wrong statement. A ray entering a material of larger intercept bends towards the normal. അപ്പോൾ നമുക്ക് ഇത് എയർ ആയിട്ട് എടുക്കാം. ഇത് നമ്മുടെ ഗ്ലാസ് എന്നൊരു കൺസെപ്റ്റിലാണെങ്കിൽ നമുക്കറിയാം. സോ വെൻ ഇറ്റ് എൻറ്റർ ഇറ്റ് ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ഇറ്റ് ഈസ് എ റിഫ്രാക്റ്റീവ് ഡെൻസർ മീഡിയം ആയതുകൊണ്ട്. സോ ദാറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഗുഡ്. A ray entering a material of smaller index of refraction, it bend away from normal. അപ്പോൾ നമ്മൾ ഡെൻസറിൽ നിന്ന് ഒരു റേ എന്നത് എങ്കിൽ സോ ഓർക്കുക ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എ റേ ഓറിയൻറ്റഡ് അലോങ് ദ നോർമൽ ഡസ് നോട്ട് ബെൻഡ്. സോ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന റേ അൺഡീവിയേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യും. സി ദ ലൈറ്റ് റേസ് ഫ്രം എനി സബ്മർജ്ഡ് ഓബ്ജെക്റ്റ് ബെൻഡ് അവേ ഫ്രം ദ നോർമൽ വെൻ ദേ എമർജ് ഇൻ ടു ദ എയർ. സോ ഉറപ്പായിട്ടും ഇതേ കൺസെപ്റ്റിൽ തന്നെ നമുക്ക് പറയാം. സോ ഇവിടെ ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. സോ അതിൽ നിന്ന് വരുന്ന റേസ് നോർമലിൽ നിന്ന് എവേ ആയിട്ട് തന്നെ മൂവ് ചെയ്യും. വെൻ എ വേവ് പാസസ് ഫ്രം വൺ മെറ്റീരിയൽ ഇൻ ടു ദ സെക്കൻഡ് വിത്ത് എ ലാർജർ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ദ വേവ് സ്പീഡ് ഇൻക്രീസസ്. സോ ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മെറ്റീരിയൽ വരുമ്പോൾ അവിടെ സ്പീഡ് ഡിക്രീസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ദ റോങ് വൺ ഈസ് ഈ ചോയ്സ്. സോ നമ്മൾ 56 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഈശ്വരൻ അനുവദിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കുവാൻ ശ്രമിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിനെ ഒന്ന് ഷെയർ ചെയ്യണമേ. സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.